നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ വിശദീകരണവുമായി ലോക് ഭവൻ. വിവാദം അനാവശ്യവും അടിസ്ഥാനരഹിതവും. അർദ്ധസത്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലോക് ഭവന്റെ പ്രതികരണം. ഗവർണർക്ക് യുക്തമെന്ന് തോന്നുന്ന ഭേദഗതികളോടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കാമെന്നായിരുന്നു ഇതിന് സർക്കാരിന്റെ പ്രതികരണമെന്നും ലോക് ഭവൻ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം പൂർണ്ണമായും വായിക്കാതിരുന്ന ഗവർണറുടെ നടപടിയെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. സഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 16 അവസാന വാചകം ഇപ്രകാരമാണ്: നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം അതേ രീതിയിൽ വായിച്ചു. എന്നാൽ ഈ വാചകത്തിനൊപ്പം ഉദ്ധരണി എൻ്റെ സർക്കാർ കരുതുന്നു, ഉദ്ധരണി അവസാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഒത്തുതീർപ്പിലെത്തുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിഹാസ്യം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തിനിറച്ച് ഗവൺമെന്റ് ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നയപ്രഖ്യാപനം. കേന്ദ്രത്തിൽ നിന്ന് 53,000 കോടി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന സർക്കാർ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരം ഇല്ല. ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനുള്ള അധികാരം ഇല്ല. അതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് സമാന സ്വഭാവത്തിലുള്ള തർക്കങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഈ സഭയിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകുന്നതും അപ്പോൾ തന്നെ മറുപടി പറയുന്നതും അസാധാരണമായിരുന്നല്ലോ. ലോക് ഭവന്റെ വിശദീകരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ ശ്രീജിത്ത്. ഉന്മേഷ്, 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനമാണ് ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോട് ആരംഭിച്ചിരിക്കുന്നത്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കി ഗവർണർ മടങ്ങിയ ശേഷമാണ് അസാധാരണമായ നടപടികൾക്ക് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ 12, 15, 16 ഖണ്ഡികകളിൽ ഗവർണർ ചില മാറ്റങ്ങൾ വരുത്തിയെന്നും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എഴുന്നേൽക്കുകയായിരുന്നു. ഗവർണർ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളും ഒഴിവാക്കിയ ഭാഗങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുമായിരിക്കണം പ്രസംഗം സഭാരേഖകളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സാധാരണ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം സഭയുടെ മേശപ്പുറത്ത് വെച്ചാൽ അത് ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും സഭാരേഖകളുടെ ഭാഗമാവുകയാണ് പതിവ്. എന്നിട്ടും മുഖ്യമന്ത്രി എഴുന്നേറ്റ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചതാണ് അസാധാരണമായ ഒരു നടപടിയായി നമ്മളെല്ലാവരും കണ്ടത്. എന്നാൽ സ്പീക്കറും അതിനോട് യോജിച്ചു. ഗവർണർ നടത്തിയ കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലോ ഒന്നും രേഖകൾ ഉണ്ടാവില്ല. പ്രസംഗം അതേപടിയായിരിക്കും സഭാരേഖകൾ ഉണ്ടാകുക. അതാണ് കീഴ്വഴക്കം. നേരത്തെ സഭാധ്യക്ഷന്മാരുടെ റൂളിംഗുകളും മറ്റും അതാണ് എന്നും സ്പീക്കർ എൻ ഷംസീർ ചൂണ്ടിക്കാണിച്ചു. ഇതോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലോക് ഭവന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ലോക് ഭവൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദം അനാവശ്യമാണ് എന്നതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തെ പറ്റിയുള്ള വിവാദം അനാവശ്യവും അടിസ്ഥാനരഹിതവും ആണ് എന്നാണ് ലോക് ഭവന്റെ പ്രതികരണം. അർത്ഥസത്യങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഭേദഗതികളുടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി വായിക്കുമെന്നായിരുന്നു സർക്കാരിൽ
നിന്ന് ഉണ്ടായ പ്രതികരണം. ഭേദഗതി വരുത്തിയ നയപ്രഖ്യാപന പ്രസംഗം വീണ്ടും അയച്ചു തരാമെന്ന് സൂചനയും സർക്കാർ നൽകിയിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഭേദഗതികളൊന്നും വരുത്താതെ അതേ പ്രസംഗം മടക്കി അയച്ചത്. എന്നാൽ ഗവർണർ ആദ്യം ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയാണ് ഇന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചത് എന്നാണ് ലോക് ഭവന്റെ വിശദീകരണം. അതായത് വിവാദം അനാവശ്യമാണ്, തങ്ങൾ നേരത്തെ തന്നെ ഒഴിവാക്കാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രസംഗമാണെന്ന് നടത്തിയത്. അപ്പോൾ സർക്കാരാണ് വാക്ക് തെറ്റിച്ചത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ലോക് ഭവനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.